രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് രക്താതി സമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം? സാധാരണ നമ്മുടെ ശരീരത്തിൽ രക്തധമനികളിലൂടെ രക്തം സഞ്ചരിക്കുന്നതിന് ഒരു അനുപാതമുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ നിന്നും വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ രക്താതി സമ്മർദ്ദം ഉണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളുടെ നോർമൽ ബ്ലഡ് പ്രഷർ, അതായത് ശരീരത്തിലൂടെ ഈ രക്തധമനികളിൽ രക്തം പോകുന്നതിൻ്റെ ഒരു പ്രഷർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് സാധാരണ നിയന്ത്രിക്കുന്നത് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ ഹാർട്ടാണ് മെയിനായിട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് രക്തധമനികളിലോട്ട് വിട്ട് അയോട്ട എന്ന് പറയുന്ന ഏറ്റവും വലിയ രക്തധമനിയിലേക്ക് ആ ബ്ലഡ് പമ്പ് ചെയ്ത് അവിടെ നിന്നും വരുന്ന ബാക്കിയുള്ള രക്തക്കുഴലിലേക്ക് രക്തം പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ്, അതിന് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. 120 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്നാണ് നമ്മൾ നോർമൽ ബ്ലഡ് പ്രഷറിനെ പറയുന്നത്. നമ്മൾ ആദ്യം പറയുന്ന വാല്യൂ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും 80 എന്ന് പറയുന്ന വാല്യൂവിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. അത് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് അനുപാതമായിട്ടാണ് നമ്മൾ ഈ രണ്ട് ടെർമിനോളജിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 120 നിന്ന് 130 പോകുമ്പോഴും അതുപോലെ തന്നെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 80 നിന്ന് 90 പോകുമ്പോഴും തന്നെ നമ്മളുടെ പ്രഷറിൻ്റെ അവസ്ഥ, അതായത് രക്തധമനികൾ വളരെ ഒരു വേവി പാറ്റേണിൽ നല്ലൊരു ഇലാസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയോ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയതാണ് അർത്ഥം. അങ്ങനെ ഈ ഒരു ബ്ലഡ് പ്രഷറിൻ്റെ അളവ് വളരെ പതുക്കെ ഇങ്ങനെ കൂടി 140/90 എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ 3 വാല്യൂസ് ഒന്നുപോലെ കിട്ടിയാൽ, അതായത് 140/90 അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള അടുപ്പിച്ച് നമ്മൾ നോക്കുമ്പോൾ 3 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാളാണ് എന്ന് സ്ഥിരീകരിക്കും. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 3 കോൺസിക്യൂട്ടീവ് റീഡിങ്സ് 140/90 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയോ അതിൽ കൂടുതലോ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻസീവ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ രോഗിയെ മാറ്റുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ് WHO റെക്കമെൻഡേഷൻ. അതേസമയം എന്തുകൊണ്ടാണ് ഈ രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരുന്നത്? കേരളത്തിൽ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 100 പേരിൽ 40 പേർക്ക് ഇന്ന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അതേസമയം ഇന്ത്യയുടെ ആവറേജ് നോക്കുമ്പോഴത്തേക്കും 15% താഴെയാണ്. എന്നാലും ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാരുടെ എണ്ണം ഓരോ വർഷം കഴിയുമ്പോഴും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള മുഖ്യമായ കാരണം തീർച്ചയായിട്ടും നമ്മുടെ ആധുനികമായിട്ടുള്ള ജീവിതശൈലി തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ട്രെസ്സിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇന്ന് ഒരുപാട് ടെൻഷനും അതുപോലെ എല്ലാവരും വളരെ ധൃതി വെച്ച് എന്തൊക്കെയോ നേടണമെന്നുള്ള രീതിയിൽ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതൊരു കാരണം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അഡിക്ഷൻസ്, അതായത് പുകവലി, മദ്യപാനം, ഇത് രണ്ടിനും വളരെയധികം പങ്കുണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ വ്യായാമമില്ലായ്മ, അങ്ങനെ അമിതമായ വണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി, ഈ ഒരു രീതിയിലിരിക്കുമ്പോഴും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ തന്നെ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നുള്ള രീതിയിൽ തരംതിരിക്കാം. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ ജനറ്റിക് ആയിട്ടുള്ള പ്രീ ഡിസ്പോസിഷൻ, അതായത് നമ്മുടെ ജീൻസിൽ ഹൈപ്പർ ടെൻഷൻ വരാനായിട്ടുള്ള ജനറ്റിക് എൻകോഡിങ് ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഹൈപ്പർ ടെൻസീവ് അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദമുള്ള രോഗിയായി മാറുന്നു. അതേസമയം സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രാഥമികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം കാണും, ആ അസുഖത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ഹൈപ്പർ ടെൻഷനും കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ചില ഹാർട്ടിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഹൈപ്പർ ടെൻഷനും ഉണ്ടാകാം. കിഡ്നിക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. കാരണം കിഡ്നിയിലെ ചില ഗ്രന്ഥികൾ ഈ ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഹോർമോൺസ് റിലീസ് ചെയ്ത് അതിനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇത് കാരണം ഇതെല്ലാം തമ്മിൽ ഒരു ആനുപാതികമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നോർമലായിട്ടുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളിൽ ഹൈപ്പർ ടെൻഷൻ കാണാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു സ്റ്റഡിയിൽ 25,000 കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തപ്പോഴത്തേക്കും അവരുടെ ബ്ലഡ് പ്രഷർ സാധാരണ നാഷണൽ ആവറേജിൽ നിന്നോ അല്ലെങ്കിൽ ഈ പല വികസിത രാജ്യങ്ങളിലെ ബ്ലഡ് പ്രഷർ ആ ഏജിലെ കുട്ടികളുടെ ബ്ലഡ് പ്രഷറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും കൂടുതലായിരുന്നു. അതിൻ്റെ അർത്ഥം കേരളത്തിലെ കുഞ്ഞുങ്ങളിലും ഹൈപ്പർ ടെൻഷൻ്റെ സാധ്യത അല്ലെങ്കിൽ അത് ഭാവിയിൽ അവർ ഹൈപ്പർ ടെൻസീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെല്ലാം ഉള്ള കാരണം തന്നെ നമ്മളുടെ ആഹാരക്രമം ഒട്ടുമേ ശരിയല്ല എന്നുള്ളതാണ്.
പലപ്പോഴും വളരെ ഉപ്പ് കൂടിയ ആഹാരം, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ബേക്കറി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലാം വളരെ കൂടുതലാണ്. ഇത് പ്രമേഹം ഉണ്ടാക്കുന്നതിന് പുറമെ രക്താതിസമ്മർദ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവരാതിരുന്നാൽ നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനം ഉണ്ടാകുകയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രമേഹം, രക്താതിസമ്മർദ്ദം പോലത്തെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയില്ല. എല്ലായ്പ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനനുസരിച്ച് അതിനെ ക്രമാതീതമായിട്ട് കൂടാതെ ആ ഒരു അനുപാതത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ 140-90 എന്നുള്ള വാല്യൂവിൽ ഒരു അഡൽട്ട്, അതായത് 20 വയസ്സ് തൊട്ട് ഏകദേശം 60 വയസ്സുള്ള ആൾക്കാരിലാണ് ഈ ഒരു ബ്ലഡ് പ്രഷറിൻ്റെ ഇത് കാണുന്നതെങ്കിൽ നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൂടാതിരിക്കാനായിട്ട് നോക്കുന്നു. അതേസമയം 60 വയസ്സിനും 70 വയസ്സിനും ഇടയിലാണെങ്കിൽ 120/80 എന്നുള്ള നോർമൽ പ്രഷറിൽ നിന്നും 130/90 എന്നുള്ള പ്രഷറിലേക്ക് പോയാൽ കുഴപ്പമില്ല. കാരണം ഇലാസ്റ്റിസിറ്റി എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവം പ്രായം കൂടുമ്പോഴത്തേക്കും വ്യത്യാസം ഉണ്ടാകുന്നു. അതിൽ ഇലാസ്റ്റിസിറ്റി കുറച്ച് കുറഞ്ഞ് കൂടുതൽ കട്ടിയായിട്ടുള്ള രീതിയിൽ രക്തക്കുഴലുകൾ മാറുന്നത് കാരണം നാച്ചുറലി BP ഒരല്പം കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ 60-70 വയസ്സിലുള്ള ആൾക്കാരിൽ 150 മേലെ BP കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതേസമയം 70-80 വയസ്സിലുള്ള ആൾക്കാരിൽ 150 കാണുന്നതെങ്കിൽ അത് വളരെ പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് 180 മേലെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത് കാരണം ബ്ലഡ് പ്രഷർ തന്നെ ഓരോ പ്രായത്തിൽ അതിന് ക്രമമുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഒരു അഡൽട്ട് എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ 20-60 വയസ്സ് വരെയുള്ള പ്രായത്തിൽ 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി എന്നുള്ളത് തന്നെയാണ് നോർമൽ. അപ്പോൾ ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഒരുപാട് മുകളിലോട്ട് പോയി കഴിഞ്ഞാലും രണ്ടും ആപത്ത് തന്നെയാണ്. താഴോട്ട് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം 100/80 100/60 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി വരെ പോയി കഴിഞ്ഞാൽ സാധാരണ വലിയ പ്രശ്നമൊന്നുമില്ല. ധാരാളം വെള്ളം കുടിക്കാൻ പറയും, കഞ്ഞിവെള്ളം ചെറുതായിട്ട് ഉപ്പിട്ട് കുടിക്കാൻ പറയും, അതുപോലെ തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറയും. അപ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷൻ കാരണം ഉണ്ടാകുന്ന തലചുറ്റ് അല്ലെങ്കിൽ ക്ഷീണം, ചിലപ്പോൾ ചെറിയൊരു മനം പുരട്ടൽ പോലെ വരാം, അതെല്ലാം അങ്ങ് മാറിക്കിട്ടും. പക്ഷേ ഈ പറയുന്ന BP 90/60 അല്ലെങ്കിൽ 80/50 എന്നുള്ള രീതിയിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിരസിലേക്ക് പോകുന്ന രക്തയോട്ടം ഒരുപാട് കുറയുന്നു, ഹാർട്ടിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു, അതുപോലെ തന്നെ ശരീരത്തിലുള്ള ബാക്കി ഭാഗങ്ങളിലും രക്തം പോകുന്നതിൻ്റെ അളവ് കുറയുന്നു. അത് കാരണം അത് നമുക്ക് ഒരു കാർഡിയക് അറസ്റ്റ്, അതായത് ഹാർട്ടിന് അറ്റാക്ക് വരുന്നൊരു രീതിയിൽ തന്നെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അത് കാരണം ഉഷ്ണ സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും ഒരു മിനിമം 20 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. അതുപോലെ ഒരുപാട് സമയം നിന്നുള്ള ജോലി ഒഴിവാക്കുക. കാരണം ഒത്തിരി സമയം നിൽക്കുമ്പോഴത്തേക്കും ഒരു വീനസ് പൂളിംഗ് ഉണ്ടാവും, അത് കാരണം തന്നെ തലചുറ്റ് വരാം. അപ്പോൾ കുറച്ച് സമയം പോയി ഇരുന്നിട്ട് അല്പനേരം നടക്കുമ്പോഴത്തേക്കും സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന തലചുറ്റോ ഈ നേരത്തെ പറഞ്ഞ മനം പുരട്ടലോ അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ ഉണ്ടാകുന്ന ഒരവസ്ഥയോ എല്ലാം മാറിക്കിട്ടും. ഇതിനെ നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ BP ഒരുപാട് കുറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷേ BP കൂടുന്ന അവസ്ഥ, രക്താതിസമ്മർദ്ദം വളരെ രൂക്ഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രഷറിൻ്റെ അവസ്ഥ ഒരു 180 മുകളിൽ പോകുമ്പോഴത്തേക്കും തന്നെ അത് ശിരസിലോട്ട് പോകുന്ന ബ്ലഡിൻ്റെ പമ്പിങ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെലോസിറ്റി കൂടുതലായിട്ട് വരുന്നു. അത് 200ലേക്ക് പോകുമ്പോഴത്തേക്കും ചെറിയ രക്തക്കുഴലുകൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നുള്ള സിറ്റുവേഷനിലേക്ക് നയിക്കുന്നു. അത് കാരണം രക്താതിസമ്മർദ്ദം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് വല്ലാത്ത തലപെരുപ്പ്, അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം കൂടുന്നു, ബാക്കി നമ്മൾ നിത്യേന ചെയ്യുന്ന ജോലികൾ ചെയ്യാനായിട്ടുള്ള ഒരു ഉന്മേഷക്കുറവ്, പെട്ടെന്ന് തല ചുറ്റുന്നു, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനായിട്ട് തോന്നുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥ രക്താതിസമ്മർദ്ദം കൂടുതലായിട്ട് വരുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്തെത്തി ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് മരുന്ന് കഴിച്ചേ തീരും. അതോടൊപ്പം തന്നെ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട 2 കാര്യങ്ങൾ ആഹാരവും വ്യായാമവുമാണ്. ഏത് പ്രായത്തിലായാലും തന്നെ ആഹാരത്തിന് വളരെയധികം പങ്കുണ്ട്. ഇപ്പോൾ മിതമായിട്ടുള്ള ഭക്ഷണം, അതിൽ ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിക്കുക, ഫാറ്റിൻ്റെ അളവും വളരെ കുറച്ചേ ഉപയോഗിക്കാവൂ എന്നുള്ള രീതിയിൽ എണ്ണ വറുത്തതായിട്ടുള്ള സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ വ്യായാമം കൃത്യമായിട്ട് എടുക്കുന്നു. നേരത്തെ പ്രമേഹത്തിൻ്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ
WHO റെക്കമെൻഡ് ചെയ്യുന്നത് ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റെങ്കിലും ബ്രിസ്ക് വാക്ക് നടത്തുക എന്നുള്ളതാണ്. അതേസമയം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കോ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം കൊണ്ട് കോംപ്ലിക്കേഷൻസ് വന്ന ആൾക്കാരിൽ ഈ വ്യായാമക്രമത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇത് നോർമലായിട്ടുള്ള ഒരാൾക്ക് എടുക്കേണ്ട വ്യായാമക്രമമാണ്. അങ്ങനെ വ്യായാമം കൃത്യമായിട്ട് പരിപാലിക്കുക. ഇതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നമ്മൾക്ക് ടെൻഷനോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ട മാർഗങ്ങൾ അവലംബിക്കണം. അതോടൊപ്പം തന്നെ പുകവലി, മദ്യപാനം ടോട്ടലി നിർത്തണം. കാരണം ഇപ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ കാണുന്നത് സ്മോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരിലാണ്. റീസെൻ്റായിട്ട് വന്ന എല്ലാ സ്റ്റഡീസും കാണിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് വികസിത രാജ്യങ്ങളിലായാലും ശരി, പിന്നെ നമ്മളുടെ രാജ്യങ്ങളിലായാലും ശരി, എല്ലായിടത്തും തന്നെ നമ്മുടെ ആധുനിക ജീവിതത്തിൻ്റെ മാറ്റങ്ങളും അതോടൊപ്പം ഉണ്ടാകുന്ന അഡിക്ഷൻസും സ്ട്രെസ്സുമാണ് ഹൈപ്പർ ടെൻഷൻ ഒരുപാട് കൂട്ടാനായിട്ടുള്ള കാരണം. ഇപ്പോൾ കഴിഞ്ഞ 20 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പർ ടെൻഷൻ പ്രിവലൻസ് എന്ന് പറയുന്നത് 10-ന് താഴെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 40 അപ്പോൾ എത്രത്തോളം ആൾക്കാരാണ് ഈ ഒരു അസുഖത്തിന് അടിമപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആദ്യം രൂപാന്തരപ്പെടുന്നത്. അത് കാരണം അമ്മമാരായ നമ്മൾ അല്ലെങ്കിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരം പാകം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം വളർന്നു വരുന്ന കുട്ടികളെയും ഒരുപാട് ഈ വക കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിപാലിക്കാനായിട്ടുള്ള മാക്സിമം മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യണം.